കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. റബ്ബർ കർഷകരെ വഞ്ചിച്ച് റബ്ബർ ബോർഡ്. മഴക്കാല മുന്നൊരുക്കത്തിനായി കർഷകർ ചെലവഴിച്ച സബ്സിഡി തുക ഇനിയും വിതരണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ തുകയാണ് അടുത്ത മഴക്കാലമെത്തിയിട്ടും ബോർഡ് വിതരണം ചെയ്യാത്തത്. റബ്ബർ മരങ്ങളിൽ റെയിൻ ഗാർഡ് സ്ഥാപിക്കാൻ ഹെക്ടർ ഒന്നിന് 4000 രൂപയാണ് റബ്ബർ ബോർഡ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത്. ഒരു മരത്തിൽ റെയിൻ ഗാർഡ് സ്ഥാപിക്കുമ്പോൾ പണിക്കൂലി ഉൾപ്പെടെ കർഷകന് 40 രൂപ ചെലവ് വരും. കഴിഞ്ഞ വർഷം സ്വന്തം പണം മുടക്കി പല കർഷകരും റെയിൻ ഗാർഡ് സ്ഥാപിച്ചു. ചില റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ ബോർഡിനെ വിശ്വസിച്ച് നിർമ്മാണ സാമഗ്രികൾ കർഷകന് വിതരണം ചെയ്തു. ചെലവായ ബില്ല് നൽകിയാൽ സബ്സിഡി തുക അനുവദിക്കുമെന്നായിരുന്നു ബോർഡിൻ്റെ പ്രഖ്യാപനം. അടുത്ത മഴക്കാല മുന്നൊരുക്കം ആരംഭിക്കാൻ തുടങ്ങിയിട്ടും കഴിഞ്ഞ വർഷത്തെ തുക ഇനിയും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ റബ്ബർ ബോർഡ് റബ്ബർ കർഷകർക്ക് നാളുകളായി നൽകിക്കൊണ്ടിരുന്ന വിവിധ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുമ്പോഴും റബ്ബർ ബോർഡ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പോലും കൃത്യമായി നടപ്പാക്കാതെ കർഷകരെ വഞ്ചിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ റബ്ബർ ബോർഡ് ഇവിടുത്തെ റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വഴി കർഷകർക്ക് വലിയ പ്രചോദനം നൽകിക്കൊണ്ട് റെയിൻ ഗാർഡ് ഇടുന്നതിന് റബ്ബർ ബോർഡ് സബ്സിഡി പ്രഖ്യാപിച്ചു. എന്നാൽ അതിൽ ഇപ്പോഴും 54 കോടിയോളം രൂപ കർഷകർക്ക് ലഭിക്കാൻ കിടക്കുകയാണ്. ഇതുവഴി ഇവിടുത്തെ റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ ബാധ്യതയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുക കിട്ടാൻ വൈകിയത് മൂലം പല റബ്ബർ ഉൽപ്പാദക സംഘങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലുമായി. 2022-23 വർഷം 54 കോടി രൂപയാണ് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ വർഷത്തെ തുക ലഭിക്കാൻ ഇനിയും വൈകിയാൽ അടുത്ത വർഷത്തേക്കുള്ള മുന്നൊരുക്കവും അവതാളത്തിലാവും. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം. ഇപ്പോൾ വിശദാംശങ്ങളുമായി സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് റബ്ബർ ബോർഡ്. ഗുഡ് മോർണിംഗ് സനോജ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഈ റബ്ബർ ബോർഡ് കേരളത്തിലെ റബ്ബർ കർഷകരോട് കഴിഞ്ഞ കുറേ നാളുകളായി കാഴ്ചവെക്കുന്നൊരു വല്ലാത്ത നിഷേധാത്മക നിലപാടുണ്ട്. അവരെ അവഗണിക്കുന്ന പ്രശ്നമുണ്ട്. സനോജ് തന്നെ നേരത്തെ പല റിപ്പോർട്ടുകളും പല സീസണിലും ചെയ്തിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് ചെയ്ത ജോലിയുടെ സബ്സിഡി തുകയാണ് ഇതുവരെ വിതരണം ചെയ്യാത്തത്. ഇതുവരെ റബ്ബർ കർഷകരിലേക്ക് നൽകാൻ റബ്ബർ ബോർഡ് തയ്യാറാകാത്തത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ 54 കോടി രൂപയാണ് ആ ഇനത്തിൽ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് റബ്ബർ ബോർഡ് കഴിഞ്ഞ വർഷത്തെ തുകയായി നൽകാനുള്ളത്. തീർച്ചയായിട്ടും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്ത മേഖലയിലും കേരളത്തിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ മേഖലയിലും, അത് റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. കാരണം കർഷകർക്ക് റെയിൻ ഗാർഡ് ധരിപ്പിക്കാൻ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവിടെ മൺസൂൺ കാലം വരുന്നത്. ഈ കാലഘട്ടത്തിൽ മഴയെ പ്രതിരോധിച്ചുകൊണ്ട് കർഷകർക്ക് റബ്ബർ ടാപ്പിംഗ് നടത്തണമെങ്കിൽ ഈ ഓരോ റബ്ബർ മരങ്ങളിലും പ്ലാസ്റ്റിക് ധരിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം മഴ മുന്നൊരുക്കം എന്ന നിലയിലാണ് ചെയ്യുന്നത്. അത് ചെയ്യേണ്ടത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇതിന്റെ മുന്നൊരുക്കങ്ങൾ കർഷകർ ആരംഭിക്കുക. ഇത് പ്രകാരം കഴിഞ്ഞ വർഷം, അതായത് 2024 ഇത്തരത്തിൽ മുന്നൊരുക്കം നടത്തുന്നതിന്റെ ഭാഗമായി ഹെക്ടർ ഒന്നിന് 4000 രൂപ സബ്സിഡി എന്ന നിലയിലാണ് റബ്ബർ ബോർഡ് കർഷകർക്ക് നൽകാൻ തീരുമാനിച്ചത്. ഇത് പ്രകാരം കർഷകർ ഉൽപ്പന്നങ്ങൾ, അതായത് പ്ലാസ്റ്റിക്, മറ്റ് അനുബന്ധ സാധനങ്ങളെല്ലാം കർഷകർ വാങ്ങുകയും അതുപ്രകാരം കർഷകർ പ്ലാസ്റ്റിക് ധരിപ്പിക്കുകയും ചെയ്തു. ചില കർഷകർക്ക് റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുണ്ട്. അതായത് ആ റബ്ബർ ഉൽപ്പാദക സംഘങ്ങളാണ് RPS എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവർ സ്വന്തമായി സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് കർഷകർക്ക് വിതരണം ചെയ്തു. അങ്ങനെ RPSകൾക്കും വലിയ ബാധ്യതയുണ്ടായി. ഇത്തരത്തിൽ കർഷകർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ റബ്ബറിൽ റെയിൻ ഗാർഡ് ധരിപ്പിക്കുന്നതിന് വേണ്ടി നൽകാമെന്ന് പറഞ്ഞ സബ്സിഡി തുക നാളിതുവരെയായിട്ടും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ 2025 ആയിരിക്കുന്നു. 2025 ഈ മാസങ്ങളിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇതിന്റെ മുന്നൊരുക്കങ്ങൾ. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് മുന്നൊരുക്കങ്ങൾ. പലയിടങ്ങളിലും കർഷകർ കഴിഞ്ഞ വർഷത്തെ തുക ലഭിക്കാഞ്ഞിട്ടും വായ്പ എടുത്ത് ഈ പ്ലാസ്റ്റിക് ധരിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അപ്പോഴാണ് കഴിഞ്ഞ വർഷത്തെ സബ്സിഡി തുക ഈ വർഷമായിട്ടും ലഭിക്കാത്തത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം വരെ കർഷകർക്ക് പ്ലാസ്റ്റിക് ധരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവഴിച്ച തുകയുടെ ബില്ല് സമർപ്പിക്കാൻ വേണ്ടിയുള്ള അവസരം റബ്ബർ ബോർഡ് നൽകിയിരുന്നു. ആ ബില്ല് പ്രകാരമാണ് കർഷകർക്ക് തുക ലഭിക്കുക. എന്നാൽ നാളിതുവരെയും ആ തുക ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വരുംകാല മുന്നൊരുക്കത്തെ കൂടി അവതാളത്തിലാക്കുന്ന സമീപനമാണ് റബ്ബർ ബോർഡ് സ്വീകരിച്ചിട്ടുള്ളത്. ശരത്ത്. ശരി, സനോജാണ് കോട്ടയത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ വർഷം നൽകേണ്ട 54 കോടി, കഴിഞ്ഞ വർഷത്തെ തുകയായ 54 കോടി രൂപയാണ് റബ്ബർ കർഷകർക്ക് റബ്ബർ ബോർഡ് ഇപ്പോഴും നൽകാതിരിക്കുന്നത്. വലിയ തോതിൽ അവരെ ദ്രോഹിക്കുന്ന നടപടി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ റബ്ബർ ബോർഡ് കേരളത്തിലെ റബ്ബർ കർഷകരോട് വീണ്ടും കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്.